ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെ പിന്തുടർന്ന് ബൈക്കിൽ പോകുന്ന ഉണ്ണി കണ്ണൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന സത്യം മനസ്സിലാക്കുന്നു. കണ്ണൻ വീൽ ചെയറിൽ തന്നെ അകത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ചില സംശയങ്ങൾ അപ്പോഴും ഉണ്ണിയുടെ മനസ്സിൽ ബാക്കിയാവുന്നുണ്ട്. പിന്നീട് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ണി വരുന്നത് കണ്ട് കണ്ണനും മഹിയും വേഗം തന്നെ ബെഡ്റൂമിലേക്ക് പോകുന്നു. തുടർന്ന് ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങാനാണ് വന്നത്. അവരെ വിളിക്കാനെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. അങ്ങനെ മഹി വരുമ്പോൾ മഹിയെ അങ്ങേയറ്റം അപമാനിച്ചാണ് ഉണ്ണി സംസാരിക്കുന്നത്. അനന്തവും സാഗറും മഞ്ജുവും ചേർന്ന് ഉണ്ണിയെ അവിടെ നിന്നും മാക്സിമം പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് ഉറപ്പുണ്ട് കണ്ണൻ അകത്തെ റൂമിൽ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നൊരു തന്ത്രമാണ് ഉണ്ണി പുറത്തെടുക്കുന്നത്. അതായത് പറ്റാവുന്നിടത്തോളം മഹിയെ അവഹേളിച്ച് സംസാരിക്കുക. അപ്പോൾ കണ്ണേട്ടൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള കാര്യം ഉണ്ണിക്ക് ഉറപ്പാണ്. എന്തായാലും ഉണ്ണിയുടെ ആ പദ്ധതി വിജയിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സാഗറിനെയും മഹിയെയും ചേർത്ത് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപമാനിച്ച് സംസാരിക്കുന്ന ഉണ്ണി തുടർന്ന് പറയുന്നുണ്ട്, അയാൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളെ എൻ്റെ ഏട്ടൻ സ്വന്തം കൂടപ്പിറപ്പിനേക്കോളുമാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ വയറ്റിൽ കുഞ്ഞു കുരുക്കാൻ അയാൾ മനഃപൂർവ്വം കൂട്ടുനിന്നതായിരിക്കും. ഇയാൾ തന്നെയാണ് ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അനന്തുവിനെയും മഹിയെയും ചേർത്ത് ഉണ്ണി പറയുന്നത് കേൾക്കുന്ന നിമിഷം തന്നെ മഹിയെ ഇനിയും അപമാനിച്ച് സംസാരിക്കുന്നത് കേട്ട് നിൽക്കാൻ കഴിയാത്ത കണ്ണനാണെങ്കിൽ അല്ലട എന്ന് പറഞ്ഞുകൊണ്ട് വീൽ ചെയറിൽ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഇയാളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ്, ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ വീണ്ടും വീണ്ടും അവഹേളിച്ച് സംസാരിക്കുകയാണ് ഉണ്ണി ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുന്നതും കണ്ണനാണെങ്കിൽ സകല നിയന്ത്രണവും വിട്ട് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോൾ അത് കാണുന്ന മഹിയാണെങ്കിൽ വേഗം തന്നെ കണ്ണൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഉണ്ണിയുടെ കരണ അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് അനന്തവും സാഗറും ചേർന്ന് ഉണ്ണിയെ അവിടെ നിന്നും പിടിച്ച് പുറത്താക്കുന്നു. പിന്നീട് ഉണ്ണി കാര്യങ്ങളെല്ലാം വാമനെ ചെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ വാമൻ പറയുന്നുണ്ട്, ഇനി ആ തോമസ് വൈദ്യരുടെ ചികിത്സ കൊണ്ട് അവനെങ്ങാനും നടന്നു തുടങ്ങിയോ എന്ന് വാമൻ ചോദിക്കുമ്പോൾ അതിനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഉണ്ണി പറയുമ്പോൾ കുഞ്ഞ് ആരുടേതാണെങ്കിലും ആ കുഞ്ഞിനെ കണ്ണൻ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ മേഘേട്ടനും ഒരുപക്ഷെ ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആ മാർക്കോ മേഘേട്ടനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന് ഉണ്ണി പറയുമ്പോൾ പ്രതാപനും നീയും ഞാനും ചേർന്ന് നല്ലൊരു സഖ്യം ഉണ്ടാക്കണം. കണ്ണൻ്റെ അവകാശികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുഞ്ഞുകൂടി വരുന്നതോടെ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് 3 പേരെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് പറയുമ്പോൾ ഇനി എൻ്റെ ശ്രമങ്ങൾ അതിനുവേണ്ടി തന്നെയായിരിക്കും അമ്മാവ. ഇനി ഞാൻ അയാളുടെ പുറകെ തന്നെ ഉണ്ടാകും. അയാളെങ്ങാനും നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സത്യവും ഞാൻ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഇതേ സമയം കണ്ണനാണെങ്കിൽ ഇത്രയും കാലം മനസ്സിലടക്കി വെച്ചിരുന്ന ആ രഹസ്യം തുറന്നു പറഞ്ഞതിൻ്റെ ആ ഒരു വീർപ്പുമുട്ടൽ ഇല്ലാതായതിൻ്റെ ആശ്വാസത്തിലാണ്. ഇനി ആകാൻ പോകുന്നത് ഉണ്ണിയാണെന്ന് അനന്ത് പറയുമ്പോൾ എങ്കിൽ അവൻ്റെ കാര്യം മാർക്കോ നോക്കിക്കോളും. കണ്ണൻ സാറിനും ലക്ഷ്മി മാഡത്തിനും ഒരു പോറൽ പോലും സംഭവിക്കാൻ മാർക്കോ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് സാഗർ. ഉണ്ണി സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളവരും എല്ലാം അറിയും. അതുകൊണ്ട് ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കണ്ണൻ പറയുമ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത് അത് പറ കണ്ണ എന്ന് അനന്ത് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മഹി നമുക്ക് പുറപ്പെടാം എന്ന് കണ്ണൻ പറയുമ്പോൾ തന്നെ ലേഖയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. ഇനി നാടകമൊന്നും വേണ്ട എന്നും കണ്ണൻ പറയുമ്പോൾ എങ്കിലും കണ്ണേട്ടൻ്റെ കുഞ്ഞ് ആണ് മഹിയുടെ വയറ്റിൽ ഉള്ളത് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. മഹി ഒരിക്കലും അവിടെ സുരക്ഷിതയായിരിക്കില്ല. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം മകളായ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ നോക്കിയ ആളാണ് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ എന്നെല്ലാം ലേഖ പറയുമ്പോൾ ഇന്ന് സിദ്ധയായ അമ്മ ഒരു കാര്യം പറഞ്ഞു എന്നും ഒരു സാധാരണ കുഞ്ഞല്ല മഹിയുടെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ടാണ് വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നത്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമാണ് വരാൻ പോകുന്നതെന്നും ഒരു പ്രവചനം പോലെ അമ്മ പറഞ്ഞു. അതുകൊണ്ട് ആ അമ്മയുടെ വാക്കുകൾ എനിക്ക് 100% വിശ്വാസമാണ്. അതുകൊണ്ട് മഹിക്കോ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ഉണ്ണി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നാടകമെല്ലാം അവസാനിപ്പിച്ച് മഹിയെയും കൂട്ടി കമലേശ്വരത്തേക്ക് തന്നെ തിരികെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഇതേ സമയം കരുണയും ദുർഗയാണെങ്കിൽ ഉണ്ണിയെയും കാത്ത് അമ്പലത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണിയെക്കുറിച്ച് ദുർഗ പറയുമ്പോൾ ഇന്ന് എന്തൊക്കെയോ മലമറിക്കുമെന്നാണ് അമ്മയുടെ മകൻ പറഞ്ഞിരിക്കുന്നത്. കണ്ണേട്ടൻ്റെ വെറുപ്പ് സമ്പാദിക്കാനുള്ള കാര്യങ്ങളാണ് ഉണ്ണിയേട്ടൻ ചെയ്യുന്നത്. കിട്ടാനുള്ളത് കൂടി നഷ്ടപ്പെടും എന്നെല്ലാം കരുണ പറയുമ്പോൾ ദുർഗയും കരുണയെപ്പോലെ തന്നെ പറയുന്നുണ്ട്. ഇതേ സമയം ഉണ്ണി വരുമ്പോൾ നിങ്ങളുടെ ഡിറ്റക്റ്റീവ് ജോലിയൊക്കെ ഇന്നത്തോടെ തീരുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്നെല്ലാം കരുണ ചോദിക്കുമ്പോൾ ഈ ഉണ്ണി ഒരു ബുദ്ധിയില്ലാത്തവനാണെന്നല്ലേ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞത്. എന്നാൽ കേട്ടോ, എൻ്റെ സംശയമെല്ലാം സത്യമാണെന്ന് ഞാൻ കണ്ടെത്തി.
നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാകും. ഇന്നത്തോടെ എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് ബോധ്യമാവുന്നില്ല ഉണ്ണി പറയുന്നുണ്ടെങ്കിലും കരുണയോ ദുർഗയോ ഉണ്ണിയുടെ വാക്കുകളെ അധികം സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതേ സമയം ഉണ്ണിക്കാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഉണ്ണിയെ ഇത്രയും നാളും ഒന്നിനും കൊള്ളാത്തവനെന്നും മണ്ണുണ്ണി എന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ താനായിട്ടാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ആ നാടകമൊക്കെ പൊളിച്ചെടുക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി കരുണയുടെയും ദുർഗയുടെയൊക്കെ മുന്നിൽ, കരുണയുടെ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ അവരെല്ലാം തന്നെ അംഗീകരിക്കാൻ പോകുന്നു. താനാണ് ഈ സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നത് എന്നാലോചിച്ച് വല്ലാതെ തന്നെ സന്തോഷത്തിലാണ്. പിന്നീട് വീട്ടിലെത്തുന്ന കരുണയും ദുർഗയാണെങ്കിൽ കണ്ണനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ണൻ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇതേ സമയം തന്നെ കണ്ണൻ്റെ കാല് മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും കണ്ണനോടൊപ്പം ഇറങ്ങി വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് ഞെട്ടി വിറച്ച് പോവാണ് കേട്ടോ കരുണയും ദുർഗയും. അങ്ങനെ ഉണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് കരുണയും ദുർഗയും. അങ്ങനെ കണ്ണനിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും, മഹിയുടെ വയറ്റിൽ വളരുന്നത് കണ്ണൻ്റെ കുഞ്ഞാണ് എന്നുകൂടി അറിയുന്ന കരുണയും ദുർഗയും ആണെങ്കിൽ കണ്ണൻ വാങ്ങിക്കൊടുത്ത ആ ആഭരണങ്ങളെല്ലാം അവിടെ വലിച്ചെറിയുന്നുണ്ട് സമനില തെറ്റി. ഏതായാലും മുൻപത്തെ പോലെയല്ല, കരുണയെ അടക്കി നിർത്താനുള്ള ഒരു രഹസ്യം മഹാലക്ഷ്മിയുടെ മനസ്സിലുണ്ട്. അതായത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണ് എന്നുള്ള ഒരു രഹസ്യം മഹാലക്ഷ്മിക്ക് അറിയാം. അപ്പോൾ എന്തായാലും കരുണയ്ക്ക് തന്നെ അറിയാം മഹാലക്ഷ്മിയുടെ മുന്നിൽ പച്ചമ്പുച്ഛം അടക്കി നിൽക്കുന്നതാണ് നല്ലത്. അവളെ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആ ഒരു സത്യം കണ്ണനോട് തുറന്നു പറയും എന്നുള്ള കാര്യം. കാരണം കണ്ണനും മഹാലക്ഷ്മിയും കരുണ കരുതിയതുപോലെ വേർപിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കരുണയുടെ ഒരു കളിയും ഇനി മഹാലക്ഷ്മിയുടെ അടുത്ത് നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്